ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 3 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. ഒന്ന് കാൽ സ്ക്വാഡ്രൈഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഉണ്ട്, അതുപോലെ ജംഷഡ്പൂർ FC-യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഉണ്ട്, അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഉണ്ട്. സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, അതായത് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം വാല്യുബിളാണ്. സോ ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങൾക്കൊരു ലൈക്ക് ചെയ്യാൻ പറ്റത്തുള്ള ഒരാൾക്ക്. സോ ആ ഒരു ലൈക്ക് ചെയ്യുക. എന്തായാലും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 ലൈക്കാണ്. അതിലേക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാൽ സ്ക്വാഡ്രാഡ് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ജെയ്മി മക്ലാറിൻ്റെ സൈനിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കാൽ സ്ക്വാഡ്രാഡ് ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനാണ് എന്നുള്ള കാര്യം. എന്തായാലും അദ്ദേഹം ജെയ്മി മക്ലാറിൻ്റെ സൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതൊരു വലിയ സൈനിങ് തന്നെയാണ്. ഒരു ക്ലബിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് മറ്റൊരു ക്ലബ്ബ് ഭാഗമാകും. അതായത് ഇപ്പോൾ റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ അതായത് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബാഴ്സലോണയിലും വലിയ രീതിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ മോഹൻ ബഗാൻ ഇങ്ങനെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈസ്റ്റ് ബംഗാളിൽ നല്ലതാണ്. ഭാവിയിൽ അവരും ഇതുപോലെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വലിയ താരങ്ങളെയൊക്കെ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അടുത്ത അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ 2 വട്ടവും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയിരുന്നു. എന്നാലും ഇപ്രാവശ്യവും ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തുക തന്നെയാണെന്നാണ്. എന്തായാലും ജെയ്മി മക്ലാറിൻ്റെ സൈനിങ് വളരെ മികച്ചൊരു സൈനിങ് ആണെന്നും അതുപോലെ തന്നെ ഇതുപോലുള്ള താരങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ക്ലബ്ബുകളും ഇതുപോലുള്ള താരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും കുറച്ചുകൂടെ മികച്ചതാകുമെന്നും അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യവും മോഹൻ ബഗാനെ പരാജയപ്പെടുത്തുമെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജംഷഡ്പൂർ താരത്തെ വീണ്ടും ടീമിലെത്തിച്ചിരിക്കുകയാണ്. ജംഷഡ്പൂർ FC സ്റ്റീഫൻ എസ് എന്ന് പറയുന്ന സെൻട്രൽ ബാക്കിനെയാണ് ഇവരിപ്പോൾ ടീമിലെത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം അവസാനമായിട്ട് കളിച്ചത് വിയറ്റ്നാം ലീഗിലാണ്, ക്വാംനാം FC എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടി. എന്തായാലും ഇപ്പോൾ പ്രായം 30 വയസ്സാണ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു സൈനിങ് തന്നെയാണെന്നാണ്, അതായത് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മാർക്കസ് മെർഗിലോവ് ആണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പ്രീ സീസൺ ക്യാമ്പ് കുറച്ച് ദിവസം ഇവിടെ തായ്ലൻഡിൽ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന കാര്യമായിരുന്നു, അതായത് 24-ാം തീയതി അവർ കൊൽക്കട്ടയിലേക്ക് എത്തും, അവിടെ പ്രീ സീസൺ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ എന്തായാലും അതിൽ മാറ്റമുണ്ട്, അവർ തായ്ലൻഡിൽ തന്നെ പ്രീ സീസൺ കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക്, സബ്സ്ക്രൈബ് അതൊരിക്കലും മറക്കരുത്.